ഇന്ന് ഞാനിവിടെ നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിലെ ക്യാബേജ് തോരൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിനായി ഇതുപോലൊരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പരിപ്പ് കൂടി ചേർക്കാം. ഇനി ഒരു ഉണക്കമുളക് നടുവേ മുറിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് കാബേജ് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടവിട്ടെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ക്യാബേജ് എല്ലാം ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു വെച്ച് ഇതിൻ്റെ ഈർപ്പമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ക്യാബേജിൻ്റെ ഈർപ്പമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസായി അറിയിക്കൂ. നമുക്ക് വീണ്ടും മറ്റൊരു ഓണം സ്പെഷ്യൽ വിഭവവുമായി കാണാം.